നീതിയുടെ ഇടിമുഴക്കം. കാക്കിയിട്ടാൽ എന്തും ചെയ്യാമെന്ന് കരുതിയ 9 കൊലയാളികൾക്ക് തൂക്കുകയർ. സാത്താൻകുളത്തെ ജയരാജിനെയും ബെനിക്സിലെയും ലോക്കപ്പിലിട്ട് തല്ലിക്കൊന്നവർക്ക് മധുര കോടതി നൽകിയത് ചരിത്രവിധി. നീതി മരിച്ചിട്ടില്ലെന്ന് ജഡ്ജി ആർ മദൻകുമാർ ഉറപ്പിച്ചു പറഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത അച്ഛനും മകനും ഒരു മൊബൈൽ ഷോപ്പ് തുറന്നു എന്ന കുറ്റത്തിന് അവരെ പോലീസ് പിച്ചിച്ചീന്തി. ചോര വാർന്നൊഴുകുന്ന ആ ദൃശ്യങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തിയതാണ്. അന്ന് നമ്മൾ ചോദിച്ചു, ഈ നാട്ടിൽ നിയമമില്ലേ എന്ന്. ഇന്ന് ആ ചോദ്യത്തിനുത്തരമായി വധശിക്ഷയുടെ വിധി മുഴങ്ങുന്നു. പക്ഷേ ഓർക്കുക, ഇന്നും ആസിഫയെ പോലെയുള്ള കുരുന്നുങ്ങൾക്കും നീതി കിട്ടാത്ത ആയിരങ്ങൾക്കും മുന്നിൽ നിയമം കണ്ണടയ്ക്കുന്നു. പ്രതികളെ സുരക്ഷിത താവളങ്ങളിലെത്തിക്കുന്ന രാഷ്ട്രീയ കളികൾ ഇന്നും തുടരുന്നു. ആസിഫയുടെയും നിർഭയയുടെയും വാളയാറിലെ പെൺകുട്ടികളുടെയും ആത്മാക്കൾ ഇന്നും ചോദിക്കുന്നു, ഞങ്ങളുടെ കൊലയാളികൾക്ക് എന്ന് ലഭിക്കും ഇതുപോലൊരു ശിക്ഷ? നിയമം വൈകുന്നത് നീതി നിഷേധിക്കപ്പെടുന്നതുപോലെയാണ്. സാത്താൻകുളം വിധി ഒരു മാറ്റത്തിന്റെ തുടക്കമാകട്ടെ. ഭരണകൂടത്തിന്റെ തണലിൽ ഒളിച്ചിരിക്കുന്ന ഓരോ കുറ്റവാളിക്കും ഈ തൂക്കുകയർ പേടിസ്വപ്നമാകട്ടെ. ജയരാജനും ബെനിക്സിനും പ്രണാമം. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതേപോലെ എത്രയോ കേസുകൾ നമ്മുടെ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടൊന്നോർക്കുക, നീതിക്കു വേണ്ടി എന്നും പോരാടാൻ മടിക്കരുത്. നീതി എന്ന് പറഞ്ഞത് നമ്മുടെ അവകാശമാണ്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ എത്രത്തോളം വേണമെങ്കിലും പോരാടാം.